ആരിഫ് ഹുസൈൻ, ഈ ഉസ്താദുമാരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണോ? പുറത്ത് മാത്രം ഇങ്ങനെ പറയുന്നു, ഇനി അകത്തെങ്ങനെയാണ് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഒരു നബി സുമ്മയുടെ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനു മുന്നേ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു ഉമ്മയുണ്ട്, അത് മാളിയേക്കൽ മറിയുമ്മയാണ്. ഈ രണ്ട് ഉമ്മമാരും നമ്മളുടെ നാട്ടിൽ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് രണ്ട് മൈൽ സ്റ്റോൺസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മാളിയേക്കൽ മറിയുമ്മ എന്ന് പറയുന്നത് സ്ത്രീകളെ തീർത്തും അടച്ചാക്ഷേപിച്ച് അവരെ അടച്ചു പൂട്ടിയിട്ട് എന്താണോ താലിബാൻ ഇന്ന് അവിടെ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നത് അതേപോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിട്ട് അവിടെ അവരുടെ വിദ്യാഭ്യാസം പോലും തടയുന്ന ഒരു അവസ്ഥ, അതിൻ്റെ ഒരു പ്രതീകമാണ് മാളിയേക്കൽ മറിയുമ്മ. അവർ വിദ്യാഭ്യസിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ വഴിയിലൊക്കെ മാറി നിന്ന് അവരെ പരിഹസിക്കുകയും അവരെ തുപ്പുകയും ഒക്കെ ചെയ്ത് അവരെ പിന്തിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ 1930-കളിൽ സ്ത്രീകൾ വിദ്യ അഭ്യസിക്കരുത് എന്ന് പറഞ്ഞ സമസ്ത, ആ സമസ്തയാണ് ഇന്നും ഇവിടെയുള്ള സമസ്ത. അപ്പോൾ അന്ന് അവർ പറഞ്ഞ അതേ സാധനമാണ്. അതൊരു മൈൽ സ്റ്റോൺ. ഇന്നിപ്പോൾ നമുക്കറിയാം, കാലം മാറിയപ്പോൾ വിദ്യ അഭ്യസിക്കാതിരുന്നാൽ ശരിയാവില്ല. അതങ്ങനെ പറഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ദേശീയ നയമായി മാറുമ്പോൾ അതിൽ മദ്രസയിൽ ഈ അറബി മലയാളം പഠിച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നിപ്പോൾ സമസ്ത തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് തൽക്കാലത്തേക്ക് പിശാചിൻ്റെ ഭാഷയാണെന്നൊക്കെ ഉള്ളത് മാറ്റി വെച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് എടുത്തു പ്രയോഗിക്കാൻ പറ്റുന്നത് അവരുടെ 1930-കളിൽ മാളിയേക്കൽ മറിയുമ്മയുടെ മേത്തേക്ക് അവരെടുത്തു വെച്ച മതത്തിൽ നിന്നും ആ ചാക്കിൽ ഇന്ന് കൈയിട്ട് വാരി കഴിയുമ്പോൾ ഇന്ന് അവർക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ടൂർ പോകാൻ പാടില്ല, സ്റ്റേജിൽ കയറാൻ പാടില്ല, ഇതുപോലുള്ള കുറച്ച് അല്ലറ ചില്ലറ തുരുമ്പെടുത്ത സാധനങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതൊരു വലിയൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റമായിട്ട് നമുക്കിതിനെ കാണാം. ഇനി ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഞാനിവിടെ വെക്കുന്നുണ്ട്. അത് നമ്മളുടെ മുക്കാൽ മീഡിയക്കാണ്. ഈ ഒരു വാർത്ത വന്നതിന് ശേഷം മുക്കാൽ മീഡിയയുടെ പ്രതിനിധി, ആളുടെ പേര് ഞാൻ മറന്നുപോയി, എന്തായാലും ആൾ അവിടെ ഇരുന്നിട്ട് ഞാനും ഈ വീഡിയോ കണ്ടിരുന്നു, അതിലെ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ഗീർവാണം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആൾ പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ, അങ്ങനെ വിധവാ വിവാഹം പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കീച്ചുന്നുണ്ടായിരുന്നു. ഞാൻ ആളോട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയുടെ ഭാര്യമാർ അവർ വിധവ ആയി കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് ചെയ്തത്? അവരുടെ അവകാശം എന്തായിരുന്നു? മുഹമ്മദ് നബി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്, ഒരാളും എൻ്റെ പെണ്ണുങ്ങളെ തൊട്ടേക്കരുത്, ഒരാളും കെട്ടിയേക്കരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്ന് വെച്ചാൽ മുഹമ്മദ് നബി, അതായത് ആഗോള ജനതയ്ക്ക് മാതൃകയാണ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഭാര്യമാർ അവരൊരു മൂലയ്ക്കായിരുന്നു. അങ്ങനെ അവരെ മൂലക്കിട്ടിട്ടാണ് മുഹമ്മദ് നബി ഇവിടുന്ന് പോയത്. അവരുടെ ആ പറയുന്ന ബാക്കി ഭാര്യമാർ മുഴുവൻ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവർ വിധവകളായിട്ട് വേറെ ആരും കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമവും തലയിൽ പൊക്കി പിടിച്ചൊരു മൂലയ്ക്ക് ഇരുന്നാണ് അവർ ജീവിതം കഴിച്ചു കൂട്ടിയത്. അതിന്റെ ഇടയിൽ ആയിഷ 47 വർഷം നരകിച്ച് ജീവിച്ചു ആയിഷ. അതെ, ഞാനത് അവസാനം പറയാനിരിക്കുന്നു. അതായത് ഇവിടെ ഇരിക്കുന്ന രണ്ട് സ്ത്രീകൾ, ഇവർ പറയുന്നതിനപ്പുറത്തേക്കൊന്നും നമുക്കിതിനകത്ത് കൂടുതൽ പറയാനില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഇതിനോടകം ജാമിദ ടീച്ചർ പറയുന്നത് കേട്ട് കാണും. ഇനി ഞാനിതിൽ പറയുന്നത് എന്താണ്, നമ്മൾ ഇതിനകത്ത് ജീവിച്ചിരുന്ന സമയത്ത് കൊണ്ടു നടന്നിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് 99% ആ ഒരു സ്ത്രീവിരുദ്ധമായ നിലപാടുകൾക്കുള്ള ഊർജം അല്ലെങ്കിൽ അതിൻ്റെ ആശയ അടിത്തറ കിട്ടിയിരുന്നത് ഈ ഇസ്ലാമിൽ നിന്നാണ്. അത് ഇവിടെ എന്നെക്കാൾ കൂടുതൽ ഇവിടെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് അവസാനം പറയാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ആയിഷ അതല്ലെങ്കിൽ മറ്റു ഭാര്യമാർ, ഇവരൊക്കെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂലയ്ക്കാണ് ഇരുന്നത്, മുഹമ്മദ് നബിയുടെ ഭാര്യമാർ പോലും. ഇനി അതിൻ്റെ ഇടയിൽ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവർ ചില വഴികളൊക്കെ കണ്ടുപിടിച്ചിരുന്നു. സഫ്വാനുമായിട്ടുള്ള ചില കഥകളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും നടത്താതെ മാന്യമായ രീതിയിൽ അവർ സ്വന്തം മകളും അവരും ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു മാന്യമായ ഒരു ആഘോഷം കണ്ടെത്തുമ്പോൾ അതിനിതേപോലെ അവഹേളിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആയിഷ കാണിച്ച സഫ്വാനുമായിട്ട് ഒപ്പിച്ച പരിപാടി അല്ലല്ലോ ഇവരിവിടെ ചെയ്തത്. അവർ മാന്യമായിട്ടുള്ള രീതിയിലെ പണിയാണ് ഇവർ ചെയ്തത്. അതുപോലും മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇനി അതും കൂടാതെ മുലകുടി ബന്ധം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ഉണ്ട്. ഇതെന്തിനായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആയിഷ ഉപയോഗിച്ചിരുന്നത്? അത് ഏറ്റവും കൂടുതൽ ഇവിടെ വിമർശന വിധേയമാക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്നും ഇസ്ലാമിസ്റ്റുകൾക്ക് അത് വെളുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാം മതം അങ്ങ് എയറിൽ നിന്നും അങ്ങ് സ്പേസിലേക്ക് പോകും. അതാണ് ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം? ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഈ ഭാര്യമാരെ മൂലക്കിരുത്തിയതിന്റെ ബാക്കിയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതെല്ലാം നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിത് പറയും. ഇനി ഇസ്ലാമിനെ നിങ്ങൾ എടുത്തു നോക്കണം, ഇസ്ലാമിന്റെ സ്ത്രീ വിരുദ്ധത അത് വിധവകളോട് മാത്രമൊന്നുമല്ല. സ്ത്രീ ഭരിക്കുന്ന ഇടം മുടിയും എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. സ്ത്രീകൾ ഉള്ള സ്ഥലങ്ങൾ അവർ മൂലയ്ക്ക് വീട്ടിനകത്ത് ഇരുന്നാൽ മതി, വിദ്യ അഭ്യസിക്കരുത്, അവർ തുന്നലും പഠിച്ച് വീട്ടിൽ ഇരുന്നാൽ മതി. ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത് നമ്മൾ പറയേണ്ടി വരികയാണ് ഇന്ന്. ഏതായാലും ഈ കാലത്ത് മൊത്തം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റമുണ്ട്. അതെന്താണ്, പണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ആരും വരില്ല അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആരും വരില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തും അതിനു മുന്നേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു വിമർശനമോ അല്ലെങ്കിൽ ഒരു വാർത്തയോ ആകുന്നത് ജനം ടി വിയോ അതല്ലെങ്കിൽ ഇതുപോലുള്ള സംഘി ചാനലുകൾ മാത്രമായിരുന്നു. എടുത്തുനിന്നും മാറിയിട്ട് ഇന്നിപ്പോൾ മറ്റ് ചാനലുകളിലും ഇത് വാർത്തയാകുന്നു. പ്രചോദനമായിട്ടുണ്ട്. അതെ, അതാ ഞാൻ പറയുന്നത്. അതിൽ തീർച്ചയായിട്ടും ജനം ടി വിക്ക് അഭിമാനിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. മുക്കാൽ മീഡിയ ഒക്കെ കണ്ടുപഠിക്കണമെന്നാണ് ഞാൻ പറയുക. കാരണം എന്താണ്, ഇത് പൊതുവിഷയങ്ങളാണ്. ഇത് മനുഷ്യനെ, സ്ത്രീയെ ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അത് നമ്മൾ പച്ചയ്ക്ക് പറയേണ്ടടുത്ത് പച്ചയ്ക്ക് പറയണം. സ്ത്രീ അല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കുക, മുസ്ലിം അല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കുക, അതൊന്നുമല്ല. പറയേണ്ടത് നമ്മൾ പറയുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന് ആ ഒരു സെൻസിറ്റിവിറ്റി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഡീസെൻസിറ്റൈസ്ഡ് ആയിരിക്കുന്നു നമ്മളെ സമൂഹം എന്ന് നമുക്ക് വലിയൊരളവിലെങ്കിലും അത് അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയാം. അതിന് തീർച്ചയായിട്ടും ജനം ടി വിക്ക് ഒരു വലിയ പങ്കുണ്ട് എന്നും ഞാനിവിടെ പറയണം. അതിനൊരു അഭിനന്ദനവും ഞാനിവിടെ അർഹിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഈ ചേലാകർമ്മം എന്ന് പറയുന്ന വിഷയത്തിലും കൂടി ജനം ടി വി കാര്യമായിട്ടൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ അതിനൊരു അവബോധം സൃഷ്ടിക്കാൻ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു പ്രചോദനം സ്ത്രീകൾക്കുണ്ടായാൽ സ്ത്രീകളുടെ കൈകളിലൂടെ പിറന്നു വീഴുന്ന ആ ആൺകുഞ്ഞുങ്ങളുടെ ജീവൻ അത് ഇതേപോലെ അപകടത്തിലാക്കുന്ന ഈ ചേലാക്രമം എന്ന് പറയുന്ന വിഷയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടും അത് ഒന്ന് തെറിവിളികളുടെ എണ്ണം ഇനിയും കൂടണം. തീർച്ചയായിട്ടും കൂട്ടണം. ഇത് തെറിവിളിയല്ല, ഇത് തെറിവിളിയുടെ അല്ല. ഇതൊരു സമൂഹത്തിൽ നവോത്ഥാന ശ്രമം എന്ന് പറയുന്നത് അത് ഇസ്ലാമിന് അന്യമാകാൻ പാടില്ല. മുസ്ലിം സമുദായത്തിനും അത് ലഭിക്കേണ്ടതുണ്ട്. അത് തടഞ്ഞിടുന്ന പണിയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസ് ഒക്കെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ് അവർക്ക് നോവും എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും മിണ്ടാതിരിക്കുന്നു. അത് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിടുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് അതിൻ്റെ കടക്കൽ തന്നെ കത്തി വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച പ്രവൃത്തി, അതിലിപ്പോൾ നമ്മളൊക്കെ അതിനകത്ത് ഭാഗമായിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി വേദി ഒരുക്കിയത് ജനം ടി വിയാണ്. അതിൽ എന്നും ഒരു നന്ദി ഞാൻ അറിയിക്കും. അതുപോലെ തന്നെ ഈ ഒരു മാറ്റത്തിന് കാതലായ ഒരു കാരണമായിട്ടുള്ള ജനം ടി വിക്ക് ആ അഭിനന്ദനം ഞാനിവിടെ അറിയിക്കുകയാണ്. എന്തായാലും ഈ വിഷയം തുടർന്ന് ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഡോക്ടർ ആരിഫ് ഒറ്റ കാര്യം കൂടി, ഈ ഉസ്താദ് പറഞ്ഞത് ഈ മുസ്ലിം സ്ത്രീ സമൂഹത്തിലെ എത്ര പേര് അവർ അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും? ഇത് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നു 99% സ്ത്രീകളും ഉൾക്കൊള്ളില്ല. പക്ഷെ ഇത് ആരും പുറത്ത് പറയില്ലായിരുന്നു പ്രകാലവും. ഇന്ന് അതല്ല സ്ഥിതി. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പ്രതികരിച്ചാൽ പലതും അവർക്ക് നഷ്ടപ്പെടും, അവരെ ഭീഷണിപ്പെടുത്തും, അവർക്ക് അവരുടെ വീട്ടിൽ ചിലപ്പോൾ നിലനിൽപ്പ് ബുദ്ധിമുട്ടിലാവും. ഇതൊക്കെ കൊണ്ടാണ് ആളുകൾ അധികാരം ഉണ്ടാത്തത്. പക്ഷെ ഇനി അതല്ല സ്ഥിതി. ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല ആരിഫ്, അത് മാത്രമല്ല, കാരണം ഇവര് മിണ്ടാത്ത കാരണം മതം ഇവരുടെ തലച്ചോറിലേക്ക് ഇൻജെക്ട് ചെയ്തിരിക്കുന്നത് ചോദ്യം പാടില്ല, ചിന്ത പാടില്ല, എതിർ ചോദ്യങ്ങൾ, വിമർശനം പാടില്ല എന്നാണല്ലോ. നരകഭയവും അതിനകത്തൊരു ഫാക്ടറാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നത് തന്നെയാണ് സത്യത്തിൽ ഇവരെ പിന്നോട്ടടിക്കുന്നത്. പല കാരണങ്ങളുള്ളതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് ഞാനത് പറയുന്നത്. കാരണം സ്ത്രീകൾ എംപവേർഡ് ആകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം അവർക്ക് സ്വയം തൊഴിലുണ്ടായി അവരൊരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു സാഹചര്യം വേണം. അത് ഉണ്ടാവുന്നതിനനുസരിച്ച് ഈ ഉസ്താദുമാരൊക്കെ കട്ടപ്പുറത്താവും, ഒരു സംശയം വേണ്ട. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മൾ കാണാനിരിക്കുന്നുള്ളൂ യഥാർത്ഥ പൂരം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, വേദിയിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചതിന് ശകാരിച്ച സമസ്തയുടെ നേതാവിനെ നമ്മൾ കണ്ടതല്ലേ? അതെ. ഇനി അത് ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടാവോ? പക്ഷേ ആരിഫ്, ഇതിപ്പോ പുറത്തു വീഡിയോ പുറത്തായത് കൊണ്ടാണല്ലോ നമ്മളിതൊക്കെ അറിഞ്ഞത്. ഇല്ലാതെ എന്തൊക്കെ നടക്കുന്നുണ്ട് പുറത്ത്. അതാണ് ഞാൻ പറഞ്ഞേ, ഇന്നത്തെ കാലത്ത് വീഡിയോ പുറത്ത് വരും. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. അങ്ങനെ പുറത്ത് വരാത്ത കാലഘട്ടത്തിൽ ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്ന, നമ്മൾ പറയാറുണ്ടല്ലോ മലേറിയ എവിടെയാ വളരുക? അത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇരുണ്ട അറകളിൽ വളരുന്ന സാധനമാണ്. ഇന്ന് തെളിച്ചം വന്നു, ഇൻഫർമേഷൻ ടെക്നോളജി, സോഷ്യൽ മീഡിയ, ഇതുപോലുള്ള സംഗതികൾ വരുമ്പോൾ ഇരുട്ടറകൾ അവിടെ വെളിച്ചപൂരിതമാകുമ്പോൾ അവിടെ ഇസ്ലാം എന്നല്ല മറ്റു ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള മാരക വൈറസിന് പിന്നെ നിലനിൽക്കാൻ കഴിയില്ല. വെളിച്ചം തന്നെയാണ് ഇത്തരത്തിലുള്ള വിദ്യ, അതുപോലെ ടെക്നോളജി, ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെ അന്ത്യം കുറിക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ അതെ, വാർത്താ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു, ഇനി മെയിൻ സ്ട്രീം മീഡിയ ഇത് കൂടുതൽ വാർത്തയാക്കുന്നു, അടുത്തത് സിനിമ, അതും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളുടെ സാധാരണ TV ചാനലിൽ നടക്കുന്ന പരിപാടികളിലേക്കും കൂടി ഇതങ്ങ് വരുന്നതോടുകൂടി പിന്നെ ഇസ്ലാമും മറ്റു മതങ്ങളും ഒക്കെ ഒരേപോലെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ വലിയ മാറ്റം ഉണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. ഇതൊരു ശരിയാണ് കേട്ടോ. കഴിഞ്ഞ റമളാൻ മാസത്തിൽ 6 മുസ്ലിം പെൺകുട്ടികളാണ് ബിഗ് ബോസിനകത്തുണ്ടായിരുന്നത്. അതെ. അപ്പൊ ആ ഒരു മാറ്റത്തിന് ഈ കാലഘട്ടത്തിന്റെ പെൺകുട്ടി ഇസ്ലാമിന്റെ
വളരെ ചിട്ടയെ സ്പ്രേ പോലും അടിക്കൂല എന്ന് പറഞ്ഞ ബുദ്ധിയാലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഈ കാലഘട്ടത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രചാരം വർദ്ധിക്കും എന്നുള്ളത്. അന്ന് ആ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്തും ആ ഉസ്താദ് ചോദിച്ച ചോദ്യം തന്നെയാണ്, ഇനിയിപ്പോ ഇതൊക്കെ അങ്ങോട്ട് പോകില്ലേ മേപ്പെട്ട് എന്നാണ് അന്ന് ചോദിച്ചത്. ഓർക്കുണ്ടോ അറിയില്ല. ആ പേടിയാണ്. അതായത് പടച്ചോനേക്കാൾ വലിയ പേടി സോഷ്യൽ മീഡിയനെയാണ്. മേപ്പെട്ട് അങ്ങോട്ട് പോവില്ലേ സോഷ്യൽ മീഡിയയിൽ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, പടച്ചോനേക്കാളും വലിയ പേടി ഇന്ന് ഈ സോഷ്യൽ മീഡിയനെയാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഉസ്താദുമാരുടെ വീട്ടിലെ സ്ത്രീകളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകും. ഉസ്താദുമാരുടെ ഞാനിപ്പോ അത് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഘോരഘോരം പ്രസംഗിക്കുന്ന ഉസ്താദുമാരുടെ വീട്ടിലുള്ള ആളുകൾ, അവര് മിക്കവാറും ആളുകൾ മതം വിട്ട ആളുകളോ അല്ലെങ്കിൽ മതം വിട്ട് മുനാഫിക്കുകളായിട്ട് മതമില്ലാതെ ജീവിക്കുന്ന, എന്നാൽ മതമുണ്ട് എന്ന് കാണിച്ച് അഭിനയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. എനിക്ക് നേരിട്ടറിയാം അങ്ങനെയുള്ള ആളുകളെ. ഇന്ന് ഇവിടുത്തെ ഒരു മതസംഘടന, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ആളാണ്. മതസംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുജാഹിദ് നേതാവാണ്. അത്രയും ക്ലൂ ഞാൻ തരാം. ആ മുജാഹിദ് നേതാവിന്റെ വീട്ടിൽ അവരുടെ സ്വന്തം മക്കൾ എക്സ് മുസ്ലിങ്ങളാണ്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്ന ആളുകളാണ്. ഇത്രയും ഞാൻ പറയാം. വേറൊരു വിഷയം കൂടെ ഞാൻ പറയാം. മുജാഹിദിന്റെ ഏറ്റവും വലിയ സംവാദകൻ എന്റെ അധ്യാപകനാ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ജാമിദയുടെ ഫാൻസ് ആണ്, ഭാര്യയും മക്കളും. ഓക്കെ, അപ്പൊ അത്രയും ഞാൻ പറയും. ആരിഫ് ഹുസൈൻ, നിങ്ങളുടെ സംഘടന ഇങ്ങനെ വിപുലമാക്കുക അല്ലേ? തീർച്ചയായിട്ടും. സംഘടനയല്ല, അംഗബലം. ജനൻ ടിവിയോട് നന്ദി പറയണം പ്രത്യേകം കേട്ടോ. തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. ശരി.